ഇതാണ് മക്കളെ നമ്മുടെ മുട്ട മസാല. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ. നമ്മളിന്ന് പാർക്കിൽ പോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ്. മുട്ട മസാല എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറാണ്. ഇഷ്ടപ്പെട്ട എല്ലാരും സബ് ചെയ്യുക, കൂട്ടാക്കുക. ഇഷ്ടപ്പെട്ട നമ്മൾ ഇന്നിവിടെ ഒരു മുട്ട മസാലയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു. ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. നല്ല വഴറ്റണം. പെട്ടെന്ന് ഉള്ളി വഴണ്ട് വരാൻ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ ബെസ്റ്റായിരിക്കും. നമ്മുടെ സവാള ഏകദേശം വഴണ്ടുണ്ട്. ഇനി കുറച്ച് മസാല ഇടണേ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അടുത്ത് ഇച്ചിരി ഗരം മസാല. ഗരം മസാല അറിയാലോ, ബീഫ് കറിയൊക്കെ വയ്ക്കുന്ന ഗരം മസാല. ഇനി ഇച്ചിരി ബ്ലാക്ക് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി. ചില സമയം എനിക്ക് മറന്നു പോകും. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില, 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. നല്ല ഇളക്കം, നല്ല മിക്സ് ചെയ്തത് പൊടിഞ്ഞ് കിടക്കണം. ഇതാണ് നല്ലൊരു മണം വന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് അത്യാവശ്യത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഈ അരപ്പ് ഇപ്പം ഉണ്ടാക്കിയതുപോലെ. ഇനിയാണ് വെറൈറ്റി ഒരു സംഗതി നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. പച്ചക്കടല ഞാൻ ഉപ്പിട്ട് പുഴുങ്ങിയതാണ്. എൻ്റെ ഫ്രോസൺ കടലയാണ്. നമ്മൾ ഗൾഫിലൊക്കെ ഒരുപാട് ഫ്രോസനായിരിക്കും മേടിക്കുന്നത്. അതിപ്പോൾ ഞാൻ 1/2 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യത്തിന് ഉപ്പിടുക. അന്നേരം ഉപ്പിട്ട് പുഴുങ്ങിയാലും നമുക്ക് ഉപ്പ് ചിലപ്പം കാണാറില്ല. ആവശ്യത്തിന് ഉപ്പിട്ട് ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടിടുക. കുറച്ച് സവാള കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ചുമന്നുള്ളി കുഞ്ഞിതുണ്ടെങ്കിലും കട്ട് ചെയ്തിട്ടാൽ റെഡി. മക്കളെ നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിച്ചാൽ നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. നമ്മൾ ബീച്ചിൽ പോകാനുണ്ടാക്കി.